Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർഫസ് ഏരിയ ആൻഡ് വോളിയത്തിലെ വോളിയം എന്ന് പറയുന്ന സെഷൻ ആണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സർഫസ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സർഫസ് ഏരിയ റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വോളിയം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിൽ സർഫസ് ഏരിയയും വോളിയവുമാണ് പഠിക്കാനുള്ളത്. നമ്മൾ സർഫസ് ഏരിയ എന്തിന്റെ സർഫസ് ഏരിയ പഠിച്ചത്? നമ്മുടെ 3D ഒബ്ജക്ട്സിന്റെ അല്ലെ, ഓരോരോ ഷേപ്സ് എന്ന് പറയുമ്പോൾ അവിടെ 3D ഷേപ്സ് ആണ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് പഠിച്ചത്? സർഫസ് ഏരിയ പഠിച്ചിട്ടുള്ളത്. അപ്പം അതേ ഷേപ്സിന്റെ നമ്മൾ ഏതിന്റെയൊക്കെ സർഫസ് ഏരിയ പഠിച്ചിട്ടുണ്ടായിരുന്നു? നമ്മൾ ഫസ്റ്റ് റൈറ്റ് സർക്കുലർ കോൺ പറഞ്ഞു, ദെൻ അതിനുശേഷം സ്പിയർ, ഹെമിസ്പിയർ, ഈ 3 3D ഒബ്ജക്ട്സിന്റെ സർഫസ് ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതേ ഒബ്ജക്ട്സിന്റെ വോളിയം നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വാട്ട് ഇസ് വോളിയം? എന്താ ഒരു വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു വേർഡ്സിൽ പറയുവാണെങ്കിൽ വോളിയം ഇസ് ദി കപ്പാസിറ്റി. നമുക്ക് വോളിയത്തിനെ കപ്പാസിറ്റി എന്ന് പറയാം. അതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. വോളിയം എന്ന് പറയുന്നത് വോളിയം ഇസ് ഓൾസോ ടേം കപ്പാസിറ്റി, ഒരു കപ്പാസിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുക്കുവാണെങ്കിൽ അതിലിപ്പോ നമ്മളൊരു വാട്ടർ ഫില്ല് ചെയ്യാണ്. അപ്പൊ വാട്ടർ ഫില്ല് ചെയ്യുമ്പോൾ അതിൽ എത്ര വാട്ടർ ആ ഒരു ബോട്ടിലിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? അപ്പം അതെന്താണ്? ആ ബോട്ടിലിന്റെ കപ്പാസിറ്റി ആണ് അല്ലെ. ഒരു ബോട്ടിൽ എത്ര വാട്ടർ ഫില്ല് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ആ ബോട്ടിലിന്റെ കപ്പാസിറ്റി. സോ ദാറ്റ് ഈസ് ദി വോളിയം. അപ്പൊ നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വോളിയം ആണ്. ഓക്കെ, അപ്പം വോളിയം ഇസ് ദി എമൗണ്ട് ഓഫ് സ്പേസ് ഇൻ എ 3-dimensional ഒബ്ജക്ട്സ്. അപ്പൊ എന്താണ്? ഒരു സ്പേസ് ആണ്. നമ്മളിപ്പോ ഒരു ഷേപ്പ് ഏതെങ്കിലും ഒരു 3D ഷേപ്സിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു സ്പേസ് അവിടെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളിയം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഷേപ്സിന്റെ വോളിയമേ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇന്നെ 3-dimensional ഒബ്ജക്ട്സ്, 3-dimensional ഒബ്ജക്ട്സിലാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, 3-dimensional ഒബ്ജക്ട്സ് ഒക്കെ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അവിടെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും വരുന്ന ഒബ്ജക്ട്സിന് 3 ഡയമെൻഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ ഒബ്ജക്ട്സിനെയാണ് നമ്മൾ 3D ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് മെഷർഡ് ഇൻ ക്യൂബിക്. ദെൻ ദി വോളിയം ഇസ് മെഷർഡ് ഇൻ ക്യൂബിക് യൂണിറ്റ്സ്. അതായത് നമ്മുടെ സർഫസ് ഏരിയ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ യൂണിറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു സർഫസ് ഏരിയയുടെ യൂണിറ്റ്? അവിടെ സ്ക്വയർ യൂണിറ്റ്സ് ആയിരുന്നു. ഇപ്പൊ സെന്റിമീറ്ററിലാണെങ്കിൽ നമ്മൾ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയും, മീറ്ററിലാണെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് പറയും. അതുപോലെ നമ്മുടെ വോളിയത്തിനും ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മൾ വോളിയം ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യൂണിറ്റ് എഴുതണം അല്ലെ, ആൻസറിന്റെ കൂടെ യൂണിറ്റ് എഴുതണം. അപ്പൊ വോളിയത്തിന്റെ യൂണിറ്റ് ക്യൂബിക് യൂണിറ്റ്സ്. അവിടെ ക്യൂബിക് ആണ്. വാട്ട് ഇസ് ദി മീനിങ് ക്യൂബിക്? ക്യൂബിക് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യൂബ് ആണ് അല്ലെ. നമ്മൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ റേസ് ടു 2 എന്ന് എഴുതും. അതായത് നമ്മുടെ എക്സ്പോണന്റ് 2 ആണ്. ഇവിടെ നമുക്ക് ക്യൂബിക് എന്ന് പറയുമ്പോൾ എക്സ്പോണന്റ് എന്തായിരിക്കും? 3 ആയിരിക്കും. ഇപ്പൊ സെന്റിമീറ്ററിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സെന്റിമീറ്റർ ക്യൂബ്. ഇനി മീറ്ററിലാണെങ്കിൽ മീറ്റർ ക്യൂബ്. സോ വോളിയത്തിന്റെ യൂണിറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. വോളിയം യൂണിറ്റ് ഇസ് ക്യൂബിക് യൂണിറ്റ്സ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. ദെൻ പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വോളിയം ഇസ് ഓൾസോ ടേംഡ് കപ്പാസിറ്റി. വോളിയത്തിന് നമുക്ക് എന്ത് പറയാം? കപ്പാസിറ്റി എന്ന് പറയാം. അപ്പൊ ചില ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചില ക്വസ്റ്റ്യൻസിന്റെ അകത്ത് അവിടെ ഫൈൻഡ് ദി വോളിയം എന്നായിരിക്കില്ല ക്വസ്റ്റ്യൻ. സോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് തന്നിട്ട് നമ്മളോട് അവിടെ കപ്പാസിറ്റി ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, അപ്പൊ ടേം അവിടെ കപ്പാസിറ്റി ആയിരിക്കും. അപ്പൊ കപ്പാസിറ്റി എന്ന് കാണുമ്പോൾ അവിടെ ഡൗട്ട്സ് ഉണ്ടാവരുത്. സോ കപ്പാസിറ്റി ഇസ് വോളിയം. ഓക്കെ, കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം തന്നെയാണ് അവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഡിഫറെന്റ് ഷേപ്സ് ഹാവ് ഡിഫറെന്റ് വോളിയംസ്. നമ്മൾ ഓരോരോ ഷേപ്സ് എടുക്കുമ്പോഴും അവിടെ വോളിയംസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ ഷേപ്പിനും ഒരേ വോളിയം ആയിരിക്കുമോ? അല്ല, നമ്മൾ ഓരോ ഷേപ്പ് എടുക്കുമ്പോഴും അവിടെ വോളിയംസ് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വോളിയം എന്ന് പറയുന്ന സെഷനിൽ നമ്മൾ റൈറ്റ് സർക്കുലർ കോൺ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്പിയർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഹെമിസ്പിയർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും 3 3D ഒബ്ജക്ട്സിന്റെ വോളിയംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 3D ഒബ്ജക്ട്സും ദാറ്റ് മീൻസ് നമ്മുടെ സ്പിയർ, ഹെമിസ്പിയർ ആൻഡ് കോൺ. സോ ഇതിന്റെ ഒക്കെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. സെയിം ഇക്വേഷൻ യൂസ് ചെയ്ത് എല്ലാ ഷേപ്സിനും നമുക്ക് വോളിയം കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എല്ലാം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും ഇക്വേഷൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഇക്വേഷൻസ് പഠിക്കും. അതിനുശേഷം ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻസിലോട്ട് പോയാലോ? നമ്മുടെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വേഷൻസ് ആണ്.
സോ വോളിയം ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കോണിന്റെ വോളിയം ആണ്. സർഫസ് ഏരിയയിലും നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, നമ്മുടെ കോൺ ആയിരുന്നു. ഓക്കെ, സോ ഇവിടെ ആ കോണിന്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കോണിനെ പറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുന്നതാണ് അല്ലെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ആ ഒരു കോണിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വോളിയം എങ്ങനെയായിരിക്കും കാണുക, നമ്മുടെ സർഫസ് ഏരിയ കാണുന്നതിനേക്കാളും സിമ്പിൾ ആണ്, കാരണം ഒരുപാട് ടേംസ് ഒന്നും വരുന്നില്ല. നമ്മൾ കോണിന്റെ കേസിൽ നമുക്ക് ഹൈറ്റ്, സ്ലാൻ ഹൈറ്റ്, റേഡിയസ് ഇതൊക്കെ നമ്മൾ സർഫസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വോളിയം ചെയ്യുന്ന സമയത്ത് V ഇസ് ഈക്വൽ ടു എന്താ നമ്മുടെ ഇക്വേഷൻ വരുന്നത്, V അല്ലെ. വോളിയത്തിന് റെപ്രസെന്റ് ചെയ്യുന്നത് V എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. V is equal to 1/3 pi r square h. അപ്പൊ ഇവിടെ 1/3 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. ദെൻ പൈ നമുക്ക് അറിയാം അല്ലെ, പൈ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ എന്താണ്, നമ്മുടെ കോണിലൊക്കെ ബേസിൽ വരുന്നത് സർക്കിൾ ഷേപ്പ് ആണ് അല്ലെ, ബേസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും പൈ വരും. എവിടെ നമുക്ക് സർക്കിൾ വരുന്നോ അവിടെ എന്ത് വാല്യൂസ് കാണാനും വരുന്ന സമയത്ത് പൈ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പൈ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബാക്കി കാൽക്കുലേഷൻ ഒന്നും പറ്റത്തില്ല. അതുപോലെ ഇവിടെയും ഉണ്ട് പൈ. അപ്പൊ നമുക്ക് പൈയുടെ വാല്യൂ 3.14 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 22/7 യൂസ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പറയും അവിടെ എന്ത് വാല്യൂ ആണ് യൂസ് ചെയ്യേണ്ടത്, പൈക്ക് 3.14 വേണോ അല്ലെങ്കിൽ 22/7 വേണോ. സോ അങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന കേസിലാണെങ്കിൽ 22/7 യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. എപ്പോഴും 22/7 ആയിരിക്കും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റാം. അപ്പൊ 1/3 pi r square h. സോ r എന്താണ്, സോ ഇവിടെ എഴുതിയിട്ടുണ്ട് where r is the base radius and h is the height of the cone. ഓക്കെ, നമുക്ക് അറിയുന്നതാണ്, സർഫസ് ഏരിയ ചെയ്തതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. r is the radius അല്ലെ, r റേഡിയസ് ആണ്, ആൻഡ് h is the height, കോണിന്റെ ഹൈറ്റ് ആണ്. L ആണെങ്കിൽ അത് സ്ലാൻ ഹൈറ്റ് ആണ്. ബട്ട് നമുക്ക് വോളിയത്തിന്റെ കേസിൽ അവിടെ സ്ലാൻ ഹൈറ്റ് വേണ്ട, ഹൈറ്റ് ആൻഡ് ബേസ് റേഡിയസ് മതി. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ക്ലിയർ ആണല്ലോ. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ റൈറ്റ് സർക്കുലർ കോണിന്റെ വോളിയം ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ. അപ്പൊ വോളിയത്തിന്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ പഠിച്ചാൽ മതി അല്ലെ. നമ്മുടെ 3D ഒബ്ജക്ട്സ് എടുത്തു. നമ്മുടെ ഫസ്റ്റത്തത് റൈറ്റ് സർക്കുലർ കോൺ ആണ്. ഇക്വേഷൻ നമ്മൾ പറഞ്ഞു V is equal to 1/3 pi r square h. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ചിലപ്പോൾ ചില കേസസിൽ നമുക്ക് നമ്മുടെ സ്ലാൻ ഹൈറ്റും റേഡിയസ് ഒക്കെ ആയിരിക്കും തരാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇക്വേഷനിൽ h ആണ് വേണ്ടത് അല്ലെ, ഹൈറ്റ് ആണ്, കോണിന്റെ ഹൈറ്റ് ആണ് വേണ്ടത്. അപ്പൊ അങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് എച്ചിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ, അതായത് സ്ലാൻ ഹൈറ്റിന്റെ ഇക്വേഷനിൽ ആറും എച്ചും ആണ് വരുന്നത്. ഓർക്കുന്നുണ്ടോ, എന്തായിരുന്നു സ്ലാൻ ഹൈറ്റിന്റെ ഇക്വേഷൻ, L is equal to √r square plus h square ആണ്. അപ്പൊ ആ ഇക്വേഷൻ തന്നെ നമുക്ക് എച്ചും ഫൈൻഡ് ചെയ്യാം അല്ലെ, എച്ച് വേണമെങ്കിൽ ചെയ്യാം, ആറ് ഫൈൻഡ് ചെയ്യാം, എല്ലും എച്ചും തന്നാൽ നമുക്ക് ആറും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളിൽ വരുമ്പോൾ നമുക്ക് അപ്പൊ അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ is find the volume of the right circular cone with radius 6 cm, height 7 cm. അപ്പൊ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇവിടെ എന്താ തന്നത്, റേഡിയസ് ഉണ്ട് 6 cm, ഹൈറ്റ് ഉണ്ട് 7 cm. നമ്മളോട് വോളിയം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് റേഡിയസ് 6 cm. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് നോട്ട് ചെയ്യാം. R is equal to 6 cm. റേഡിയസ് 6 cm ആണ്. ദെൻ ഹൈറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക സ്മോൾ ലെറ്റർ h യൂസ് ചെയ്തിട്ടാണ്. സോ h is equal to 7 cm. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ is find the volume. സോ നെക്സ്റ്റ് എന്തായിരിക്കും സ്റ്റെപ്പ്, ഇക്വേഷൻ എഴുതണം. ദാറ്റ് is volume V is equal to 1/3 pi r square h. ഓക്കെ, 1/3 pi r square h. ഇവിടെ പൈയുടെ വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 22/7 എടുക്കാം അല്ലെ, കാരണം ഇതാ ഇവിടെ ഹൈറ്റ് 7 ആണ്. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ നല്ല സിമ്പിൾ ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. One by 3 into pi is 22/7. Okay, 22/7. Then into r 6 ആണ്, 6ന്റെ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ 6 into 6, then into h 7. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ക്യാൻസൽ ചെയ്യാനുണ്ട്. 7 and 7 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ 3 ഉണ്ട്, ഡിനോമിനേറ്റേഴ്സിൽ 3 വരുന്നതുകൊണ്ട് നമുക്ക് 3യും
6 2 ടൈംസ് ആണ് അല്ലെ. 3 6 is 2. ഇനി നമുക്ക് ക്യാൻസലിംഗ് ഒന്നുമില്ല. ഇനി ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. 22 into 2 is 44. ഇവിടെ 1 ആണ്, അതുകൊണ്ട് 44 into 6 ചെയ്യാം. നമുക്ക് വർക്കിംഗ് കോളത്തിൽ ചെയ്യാം. 44 into 6, 24 4, then 2, ഇവിടെയും 24, അപ്പൊ 24 plus 2 is 26. അപ്പൊ 264 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. സോ അവർ ആൻസർ ഇസ് 264. ദിസ് ഇസ് വോളിയം, സോ സെന്റിമീറ്റർ ക്യൂബ്. ഇവിടെ R and H സെന്റിമീറ്ററിലാണ്, അതോടെ നമ്മൾ വോളിയം എഴുതുമ്പോൾ സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതുന്നു. സോ നിങ്ങൾ ഈ സർഫസ് ഏരിയ ആൻഡ് വോളിയംസ് ഒക്കെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മുടെ യൂണിറ്റ് അല്ലെ. ഈ യൂണിറ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പൊ രണ്ട് ക്വാണ്ടിറ്റീസ്, ഇവിടെ ഇപ്പം R and H ആണ് രണ്ട് ടേംസ് ഉള്ളത്, അത് 6 and 7 ആണ്. സോ ഒരാൾ മീറ്റർ ആൻഡ് നെക്സ്റ്റ് സെന്റിമീറ്ററിലാണെങ്കിൽ നമുക്ക് അങ്ങനെ വാല്യൂസ് എടുത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാം സെയിം യൂണിറ്റിലായിരിക്കണം, എന്നിട്ട് മാത്രമേ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വോളിയത്തിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യുക, ഡയറക്റ്റ് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് കുറച്ചൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്, പക്ഷെ നല്ല നമുക്ക് വായിച്ചു നോക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മോണിക്ക ഹാസ് എ പീസ് ഓഫ് ക്യാൻവാസ് ഹൂസ് ഏരിയ ഇസ് 551 meter square. She used it to have a conical tent made. അപ്പൊ ഒരു മോണിക്കയുടെ കയ്യിൽ ഒരു ക്യാൻവാസ് ഉണ്ട്. ആ ക്യാൻവാസിന്റെ ഏരിയ പറഞ്ഞിട്ടുണ്ട് 551 meter square ആണ്. Then she uses it to have a conical tent made. എന്തിനാ മോണിക്ക അത് യൂസ് ചെയ്യുന്നത്? ഒരു കോണിക്കൽ ടെന്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. With a base radius of 7 meter. അപ്പൊ റേഡിയസ് അവിടെ ഉണ്ട് അല്ലെ. ആ ടെന്റിന്റെ ബേസ് റേഡിയസ് 7 meters ആണ്. Then assuming that all the stitching margins and the wastage incurred while cutting amount to approximately 1 meter square. അപ്പൊ ഒരു ക്യാൻവാസ് നമ്മൾ ടെന്റിന്റെ ഫോമിലോട്ട് മാറ്റുമ്പോൾ അവിടെ നമുക്ക് കുറെ സ്റ്റിച്ചിങ്ങിന്റെ പാർട്ടായിട്ട് നമുക്ക് കുറെ വേസ്റ്റേജ് ഒക്കെ വരും അല്ലെ. കംപ്ലീറ്റ് ആയിട്ട് അതേപോലെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ടെന്റിന്റെ ഷേപ്പിലോട്ട് മാറ്റുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ കുറെ പീസസ് ഒക്കെ അവിടെ പോവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വേസ്റ്റേജ് ഉണ്ട്. സോ അത് അപ്രോക്സിമേറ്റ്ലി 1 meter square ആണ്. അപ്പൊ 551 meter square ക്യാൻവാസ് എന്ന് 1 meter square വേസ്റ്റേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ടെന്റ് ആക്കി മാറ്റിയപ്പം ഏരിയയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ടെന്റിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? ടെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ നമ്മുടെ ബേസിൽ വരുന്ന ആ ഒരു റേഡിയസിൽ നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യില്ല അല്ലെ. നമ്മൾ ടെന്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ ഇപ്പൊ ടെന്റ് മേക്ക് ചെയ്യാണ്. സോ ആ സമയത്ത് നമുക്ക് ടെന്റിന്റെ ആ ഒരു സറൗണ്ടിങ്സിൽ മതി ക്യാൻവാസ് അല്ലെ, താഴെ വേണ്ട. ഈ ഒരു പോയിന്റ് എപ്പോഴും ഓർത്ത് വെക്കണം. ഓക്കെ, ദെൻ ഫൈൻഡ് ദി വോളിയം ഓഫ് ദി ടെന്റ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ഇറ്റ്. അപ്പം ഈ മോണിക്ക മേക്ക് ചെയ്ത ടെന്റിന്റെ വോളിയം ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ വോളിയം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? 1/3 πr² h ആണ്. അപ്പൊ ഇവിടെ R ഓൾറെഡി ഉണ്ട് 7 meter അല്ലെ. R 7 meter, ബട്ട് നമുക്ക് h അറിയില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് h അറിയില്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ. അപ്പൊ h ഫൈൻഡ് ചെയ്യണം. h ഫൈൻഡ് ചെയ്തതിന് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വോളിയം ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് h ചെയ്യാ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ R and L വേണം അല്ലെ. അല്ലാതെ കിട്ടുമോ h? ഞാൻ പറഞ്ഞ h ഫൈൻഡ് ചെയ്യണം, ബട്ട് h ഫൈൻഡ് ചെയ്യണ R ഉം L ഉം വേണം. അപ്പൊ നമുക്ക് L ഇല്ല. അപ്പൊ ഫസ്റ്റ് L ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഒരു കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ ഇക്വേഷനും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ സർഫസ് ഏരിയ ആൻഡ് വോളിയം പഠിക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കും. ഓക്കെ, രണ്ടും എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് മാത്രമല്ല ചോദിക്കുക, കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ, ക്യാൻവാസ് ഹൂസ് ഏരിയ 551 ആണ് ഏരിയ. അതിൽ വേസ്റ്റേജ് വന്നു. അപ്പൊ അതെന്തായിട്ട് മാറി? സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കോണിക്കൽ ടെന്റിന്റെ CSA ആണ് അല്ലെ. വാട്ട് ഇസ് CSA? കർവ്ഡ് സർഫസ് ഏരിയ. CSA ആണ്, ടോട്ടൽ അല്ലല്ലോ, കർവ്ഡ് സർഫസ് ഏരിയ ആണ്. കാരണം ടെന്റിന്റെ കേസിൽ നമുക്ക് ബേസ് പാർട്ടിലോട്ട് ആ ഒരു ക്യാൻവാസ് വരുന്നില്ല അല്ലെ. അപ്പൊ എന്താണ്? CSA ആണ്. അപ്പൊ ഇവിടെ CSA എന്താ വന്നത്? ഓൾറെഡി ക്വസ്റ്റ്യനിൽ CSA ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതി വെക്കാം. CSA is equal to, നോക്കിക്കേ, 551 meter square ആണ് ക്യാൻവാസിന്റെ ഏരിയ. സോ അതിൽ 1 meter square വേസ്റ്റേജ് ഉണ്ട്. അത് നമുക്ക് എന്തായാലും അതിനകത്ത്
ഉൾക്കൊള്ളിക്കണം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 551 നമ്മൾ എന്ത് ചെയ്യുക, വേസ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് അവിടെ ഇല്ല അല്ലെ, വേസ്റ്റ് ആയി പോയി. ദാറ്റ് മീൻസ് മൈനസ് ചെയ്യുക അല്ലെ. സോ -1. അപ്പൊ എത്ര വരും? 550 മീറ്റർ സ്ക്വയർ. 550 മീറ്റർ സ്ക്വയർ ആണ് ഇപ്പൊ നമ്മുടെ കോണിക്കൽ ടെന്റിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ ഇതെങ്ങനെയാ നമ്മൾ എഴുതിയെന്ന് ക്ലിയർ ആയല്ലോ. കാരണം ഇത് നമ്മുടെ ക്യാൻവാസിന്റെ ടോട്ടൽ ഏരിയ ആയിരുന്നു 551. അത് നമ്മൾ കോണാക്കി മേക്ക് ചെയ്തപ്പം അവിടെ എന്താണ്, വേസ്റ്റേജ് വന്നു അല്ലെ. 1 മീറ്റർ സ്ക്വയർ വേസ്റ്റേജ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മളത് മൈനസ് ചെയ്തു. ദെൻ ദി കോണിന്റെ നമ്മുടെ CSA അല്ലെ, CSA എത്രയാണ്? 550 മീറ്റർ സ്ക്വയർ വന്നു. നമുക്കിപ്പോ CSA കയ്യിലുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ CSA ഒക്കെ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ TSA ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്യണം അല്ലെ. നമുക്ക് ഓൾറെഡി അറിയാം ഇക്വേഷൻ ഓഫ് CSA എന്ന് പറയുന്നത്. ഇവിടെ കോണാണ്, കോണിന്റെ CSA ഓർമ്മയുണ്ടോ? CSA ഓഫ് കോൺ ഇസ് πRL. πRL ആണ്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. CSA is equal to πRL. ഓക്കെ, πRL ആണ്. സോ ഇവിടെ CSA നമ്മളിപ്പോ ഫൈൻഡ് ചെയ്തു, 550 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 550 is equal to then പൈയുടെ വാല്യൂ എന്താണ്? 22/7 കൊടുക്കാം. 22/7 then into റേഡിയസ്. റേഡിയസ് എത്രയാണ്? സോ ക്വസ്റ്റ്യനിലുണ്ട് വിത്ത് എ ബേസ് റേഡിയസ് ഓഫ് 7 മീറ്റർ. ഇവിടെ ബേസ് റേഡിയസ് 7 മീറ്ററിന് തന്നിട്ടുണ്ട്. ഓക്കെ, ബേസ് റേഡിയസ് 7 മീറ്റർ ആണ്. അതാണ് നമ്മളെ കോണിക്കൽ ടെന്റിന്റെ ബേസ് റേഡിയസ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാ, 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇൻടു ഇവിടെ ഉണ്ടോ എൽ നമുക്ക് അറിയില്ലല്ലോ, ബട്ട് നമുക്ക് ആ എല്ലിന്റെ ആവശ്യമുണ്ട്. കാരണം നമുക്ക് വോളിയത്തില് H ഫൈൻഡ് ചെയ്യണമെങ്കിൽ എൽ വേണം. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലിനെ ആയിട്ട് അവിടെ പ്ലേസ് ചെയ്യുന്നു. ദെൻ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, എൽ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സ്ലാൻ ഹൈറ്റ് ഫൈൻഡ് ചെയ്യാം. സോ ഇവിടുത്തെ 7 and 7 ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ കോമൺ ടേംസ് ക്യാൻസൽ ചെയ്തു. ദെൻ ഇനി 550 is equal to 22L. ഓക്കെ, 550 equal to 22L. Then L എന്തായിരിക്കും? 550 divided by 22. So L is equal to 550 divided by 22. ഈ 22 ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ 22 മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. സോ ദാറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് converted into division. Okay, അപ്പൊ 550 by 22 എന്താണ് ആൻസർ വരുന്നത്? 550 by 22 ആണ്. സോ നമുക്ക് 11ൽ കട്ട് ചെയ്യാം അല്ലെ, 2. ദെൻ ഇവിടെ 11ൽ കട്ട് ചെയ്യുമ്പോൾ 5 and 0. ഇനി 2ൽ 50 is 25 times. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 25. സോ L is equal to 25. നമ്മുടെ വാല്യൂസ് ഒക്കെ മീറ്ററിലാണ് വന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ 25 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, യൂണിറ്റ് നോക്കണം, യൂണിറ്റ് നോക്കി കറക്റ്റ് ആയിട്ട് എഴുതാം. അപ്പൊ 25 m അതായത് മീറ്റേഴ്സ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് എന്താണ്? ഇപ്പം L അറിയാം, R അറിയാം, നമുക്ക് വോളിയം ആണ് ക്വസ്റ്റ്യൻ. സോ വോളിയത്തിന്റെ ഇക്വേഷൻ 1/3 πr² H ആണ്. നമുക്ക് H അറിയില്ല, അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫൈൻഡ് ദി H. ഓക്കെ, Hന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പൊ അത് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മള് സർഫസ് ഏരിയയിൽ പഠിച്ച ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? L is equal to √r² plus h². This is the equation of L. L ന്റെ ഇക്വേഷൻ. ബട്ട് നമുക്ക് ഇവിടെ L ആണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് H ആണ്. അപ്പൊ ഇവിടെ എന്ത് ഡിഫറൻസ് ആ വരാം? നമ്മൾ പൈതഗോറസ് തിയറം പഠിക്കുമ്പോൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പഠിക്കും. ഇനി അവിടെ ആൾട്ടിറ്റ്യൂഡ് ആണ് കാണുന്നെങ്കിൽ എന്ത് പഠിക്കും? ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആവും. ഇനി ബേസ് ആണെങ്കിൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആവും. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. നമുക്ക് H ആണ് വേണ്ടത് അല്ലെ. അപ്പം Hന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? H is equal to √L² then minus r² അല്ലെ. L² മൈനസ് r² ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ H കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. സോ L is 25² മൈനസ് then r 7 ആയിരുന്നു. സോ 7². Okay, 25² minus 7².
What is 25 square? 25 square is 625. Then minus 7 square is 49. 49. Then any 625 minus 49. Okay, 625 minus 49. Appo ivide 6. Then ivide 1 ആയി. Then 11. Then 4 7. Then 5. So 576 ആണ്. Okay, 576. അതായത് റൂട്ട് ഓഫ് 576 ആണ്. അപ്പൊ ഈ 576 ഏത് നമ്പറിന്റെങ്കിലും സ്ക്വയർ ആണോ? 576 എന്ന് പറയുന്നത് ആണോ? 6 ലാസ്റ്റ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ 23 ആണെങ്കിൽ നമുക്ക് 23 ആകുമ്പോൾ 9 ആണ് വരിക അല്ലെ. 24 നോക്കിക്കേ. 24 ചെയ്യുമ്പം 24 into 24. 24 സ്ക്വയർ എത്രയാ? 4 into 4 16. 6 1 8 9 8 4 അല്ലെ. സോ ഇവിടെ ചെയ്യുമ്പം 7 കിട്ടിയിട്ടുണ്ട് അല്ലെ. 576 കിട്ടുന്നത്. ദാറ്റ് മീൻസ് 24 സ്ക്വയർ ആണ് 576. അപ്പൊ നമുക്ക് ആൻസർ 24 കിട്ടി. ദാറ്റ് ഇസ് അവർ എച്ച്. ഇതാണ് നമ്മുടെ എച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് എച്ച് കിട്ടി. ദെൻ ഇനി ചെയ്യാലോ. ഇനി നമുക്ക് പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാം അല്ലെ. നമുക്ക് വോളിയം ആണ്. ഇപ്പൊ നമുക്ക് അറിയാം, എച്ചും അറിയാം. 24 ആണ് കേട്ടോ എച്ച് കിട്ടിയിട്ടുള്ളത്. ഇവിടെ യൂണിറ്റ് എഴുതണം. എച്ചിന്റെ യൂണിറ്റ് എന്താ വരാ? മീറ്റർ. നമ്മൾ എല്ലാ വാല്യൂസും മീറ്ററിലാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ 24 മീറ്റേഴ്സ് കിട്ടി. ഇനി നമുക്ക് വോളിയം ചെയ്യാം അല്ലെ. നമ്മുടെ മോണിക്ക മേക്ക് ചെയ്ത കോണിക്കൽ ടെന്റിന്റെ വോളിയം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Volume B is equal to 1 by 3 pi r square h. Okay, 1 by 3 pi r square h. So 1 by 3 into pi is 22 by 7 into then r. R എത്രയായിരുന്നു? 7 ആയിരുന്നു അല്ലെ. അപ്പൊ 7 into and h is 24. h 24 ആണ്. ഇനി നമുക്ക് ഇതാ ഇവിടെ ക്യാൻസലിംഗ് ചെയ്യാം. 7 and 7 നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 3 ഉണ്ട് അല്ലെ. 3 കട്ട് ചെയ്യാൻ പറ്റും. അവിടെ 24 ഉണ്ട്. സോ ഇവിടെ 3 കട്ട് ചെയ്യുമ്പോൾ 8 times 8 into 3 is 24. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഡിനോമിനേറ്റേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ന്യൂമറേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 22 and 7 and 8 ആണ് വരുന്നത്. ഓക്കെ, 7 ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. 22 into 7 എന്ന് പറയുമ്പോ 14. 154 വന്നു. 154 into 8 is 3. 40 and 43 ക്ക് 3. Then 4. 8 and 4 is 12. So answer is 1232. 1232. This is volume. Therefore meter cube. Okay, നമ്മുടെ എല്ലാ വാല്യൂസും മീറ്ററിലാണ് അല്ലെ. ഹൈറ്റ് is 24 meter and radius is 7 meter. So all are in meter. So മീറ്ററിലാകുമ്പോൾ നമ്മുടെ വോളിയം എന്ത് യൂണിറ്റ് വരും? It's meter cube. Okay, 1232 meter cube is the volume. അപ്പം നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡയറക്റ്റ് വോളിയം അല്ല ചെയ്തത്. നമ്മൾ കോണിന്റെ സർഫസ് ഏരിയന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. അപ്പം ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യുക. ദെൻ നോക്കുക അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്താലാണ് നമ്മുടെ ആൻസറിലോട്ട് എത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, third question. Find the capacity in liters of a conical vessel with height 12 cm, slant height 13 cm. അപ്പൊ ഇവിടെ എപ്പോഴും നമ്മൾ ഫസ്റ്റ് കണ്ട ക്വസ്റ്റ്യനിലൊക്കെ ഫൈൻഡ് ദി വോളിയം, സെക്കൻഡ് ക്വസ്റ്റ്യനിലും ഫൈൻഡ് ദി വോളിയം. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി കപ്പാസിറ്റി അല്ലെ. നമ്മളെ ക്ലാസ്സിന്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പാസിറ്റി. വോളിയം ഇസ് ഓൾസോ ടേംഡ് ആസ് കപ്പാസിറ്റി അല്ലെ. നമ്മൾ കപ്പാസിറ്റി എന്ന് പറയും. അപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ കപ്പാസിറ്റി കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. കപ്പാസിറ്റി മീൻസ് വോളിയം. ഓക്കെ, വോളിയം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇൻ ലിറ്റേഴ്സ് ഓഫ് എ കോണിക്കൽ വെസൽ, കോണാണ് അല്ലെ, കോണിക്കൽ വെസൽ ആണ്. വിത്ത് ഹൈറ്റ് ആൻഡ് സ്ലാന്റ് ഹൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഗിവൻ ടേംസിനെ ഒന്ന് എഴുതി വെക്കാം. അപ്പൊ നമ്മുടെ ഹൈറ്റ് ഇസ് h. സോ h is equal to 12 centimeter. H is 12 centimeter. And next is slant height, that is L. L is equal to 13 centimeter. So, ഈ ക്വസ്റ്റ്യനിൽ
R is not given അല്ലെ, നമുക്ക് R അവിടെ ഇല്ല. R ഫൈൻഡ് ചെയ്യണം, അല്ലാതെ നമുക്ക് വോളിയം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഇക്വേഷനിൽ R ആൻഡ് H ആണ്. സോ H is 12 ഇവിടെ തന്നിട്ടുണ്ട്, ബട്ട് R ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫൈൻഡ് R. ഓക്കെ, R ചെയ്യാൻ നമുക്ക് അറിയാലോ, നമ്മുടെ ഇക്വേഷൻ L is equal to root of R square plus H square ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് R ചെയ്യണം. അപ്പൊ R ചെയ്യണമെങ്കിൽ എന്താവണം? നമ്മുടെ L സ്ക്വയറും H സ്ക്വയറിനെ മൈനസ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് R is equal to root of L square minus H square. L square minus H square. ഈ ഒരു ഇക്വേഷൻ ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, നമ്മുടെ ബാക്കിയുള്ള ഇക്വേഷനെ പോലെ തന്നെ ഈ ഒരു ഇക്വേഷനും കോണിന്റെ കേസിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി വരുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ റൂട്ട് ഓഫ് L is 13. 13 square minus H is 12. 12 square. ഓക്കെ, 13ന്റെ സ്ക്വയറിന് 12ന്റെ സ്ക്വയറിന് മൈനസ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 13 സ്ക്വയർ ഇസ് 169 ആണ് അല്ലെ. 13ന്റെ സ്ക്വയർ 169 ആണ്. ദെൻ ഇവിടെ 12 ആണ്. 12ന്റെ സ്ക്വയർ എത്രയാണ്? 12 into 12 144 അല്ലെ. 4 then 2 2 and 1. സോ 4 4 1 144 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് 15 വരെ ഓർ 20 വരെ 50 അല്ല 20 വരെ സ്ക്വയേഴ്സ് പഠിച്ചു വെക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 169 മൈനസ് 144. സോ ആൻസർ എത്ര വരും? ആൻസർ ഇസ് റൂട്ട് ഓഫ് 25 വരും അല്ലെ. 169 മൈനസ് 144. അപ്പൊ 5 2 0. അപ്പൊ 25 അല്ലെ. റൂട്ട് 25. റൂട്ട് 25 എത്രയാണ്? ആൻസർ 5 ആണ്. സോ ദി റേഡിയസ് ഇസ് 5 സെന്റിമീറ്റർ. സോ ഇവിടെ എല്ലാം സെന്റിമീറ്റേഴ്സിലാണ് യൂണിറ്റ്, അതുകൊണ്ട് നമ്മൾ റേഡിയസും എന്തായി? സെന്റിമീറ്ററിലായി. സോ R is equal to 5 സെന്റിമീറ്റർ. അപ്പൊ ക്ലിയർ ആയല്ലോ? R കഴിഞ്ഞു. അപ്പൊ R കിട്ടിക്കഴിഞ്ഞാൽ then next is our volume equation അല്ലെ. V is equal to 1/3 pi R square H. ഓക്കെ, അപ്പൊ നമുക്ക് വോളിയം ചെയ്യാം. Volume V is equal to 1/3 pi R square H. 1/3 pi R square H. So that is equal to 1/3 into pi is 22/7. Okay, 22/7 into R is 5 ആണ് അല്ലെ. അപ്പൊ 5 into 5 then into H. H എത്രയായിരുന്നു നമ്മുടെ? H is 12. 12 ആണ് H വന്നത്. അപ്പൊ നമ്മൾ 12 കൊടുത്തു. ബട്ട് ഈ ഒരു കേസിൽ നമ്മൾക്ക് ഇവിടെ കാൽക്കുലേഷനിൽ 7ഉമായിട്ട് കട്ട് ചെയ്യാൻ ആരുമില്ല അല്ലെ. ബട്ട് ഇവിടെ 3 ഉണ്ട്, നമുക്ക് 3യും ഈ 12ഉം കട്ട് ചെയ്യാം. സോ 4. ഓക്കെ, ആ ഒരു ക്യാൻസലിംഗ് അവിടെ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ബാക്കിയുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്ത് 7 യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ 5 into 5 എന്ന് പറയുമ്പോൾ 25 ആണ്. 25ഉം 22ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 25 into 22 0 1 4 1 5 0 1 5. So 0 5 5 550 വരുന്നുണ്ട്. അപ്പൊ 550യും then പിന്നെ നമുക്കൊരു 4ഉം കൂടെ ഉണ്ട് അല്ലെ. 22 25 ഇൻറ്റു ചെയ്തു 550 കിട്ടി. then ഇൻറ്റു ഇവിടെ ഒരു 4ഉം കൂടെ ഉണ്ട്. അപ്പൊ 4 ഇൻറ്റു ചെയ്യുമ്പോൾ 0 20ക്ക് 0 then 2 20 and 2 22 2200. ഓക്കെ, അപ്പൊ നമുക്ക് 2200 കിട്ടി. then divided by 7. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായി? വോളിയം ആയി അല്ലെ. അപ്പൊ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2200 divided by 7. എന്തായാലും ഡെസിമൽസ് വരും അല്ലെ. 314.2 ആണ് കേട്ടോ. 314.2 and unit is all are in centimeter, so that's why this is centimeter cube. Okay, so 314.2 centimeter cube is the volume. Okay, അപ്പൊ ക്ലിയർ ആയല്ലോ.
അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പം എപ്പോഴും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എല്ലാ വാല്യൂസും തന്നിട്ട് ഫൈൻഡ് ദി വോളിയം എന്നൊന്നും ക്വസ്റ്റ്യൻ വരില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, അവർ വോളിയം ഇസ് ടേംഡ് ആസ് കപ്പാസിറ്റി. ഓക്കെ, കപ്പാസിറ്റി റെപ്രസെന്റ് ചെയ്യും. ചില ക്വസ്റ്റ്യൻസിൽ കപ്പാസിറ്റി ആയിരിക്കും. അതുപോലെ വാല്യൂസ് നമുക്ക് എപ്പോഴും R ആൻഡ് H ആയിരിക്കില്ല തരാം. ഓക്കെ, L ഒക്കെ തരാം, അല്ലെങ്കിൽ L-ഉം H-ഉം തരാം, L-ഉം R-ഉം തരാം. അങ്ങനത്തെ ഒക്കെ കേസിലാകുമ്പോൾ നമുക്ക് H-നെയും R-നെയും ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. വോളിയം ഫൈൻഡ് ചെയ്യാനുള്ള ഫോർത്ത് ക്വസ്റ്റ്യൻ. The height of cone is 15 centimeter. So height under 15 centimeter. If its volume is 1570 centimeter cube. നമ്മൾ ഇത്രയും ചെയ്ത ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ വോളിയം ആണ് ഫൈൻഡ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് അടുത്ത ക്വസ്റ്റ്യന്റെ വോളിയം ഫൈൻഡ് ചെയ്യാം. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദി വോളിയം ഇസ് ഗിവൻ അല്ലെ. ഇവിടെ നമുക്ക് വോളിയം ഗിവൻ ആണ്. ദാറ്റ് ഇസ് 1550 centimeter cube വോളിയം തന്നു. Then find the radius of the base. ഇവിടെ നമ്മൾ റേഡിയസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളിപ്പോ നേരത്തെ CSA തന്നുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ വോളിയം ഗിവൺ ആണ് നമുക്ക്. അപ്പൊ വോളിയം ഗിവൺ ആണെങ്കിൽ എപ്പോഴും നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസിന്റെ വാല്യൂ ഗിവൺ ആണെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻസ് യൂസ് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ 1/3 πr² H ആണ്. സോ അവിടെ R ഇൻക്ലൂഡഡ് ആണ് ഇക്വേഷൻസിൽ. അപ്പൊ നമ്മൾ വാല്യൂസ് കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് R കിട്ടും. ഓക്കെ, R ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇവിടെ ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. യൂസ് പൈ is 3.14. ഓക്കെ, പൈയുടെ വാല്യൂ 3.14 യൂസ് ചെയ്യാൻ പറഞ്ഞു. അത് കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി 22/7 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്യാൻസലിംഗ് പറ്റത്തില്ല. അതുകൊണ്ടാണ് 3.14 യൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യനിൽ പൈയുടെ വാല്യൂ തന്ന സോ ആ വാല്യൂ തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം H is 15 centimeter. So H is equal to 15 centimeter. And if its volume is 1517 centimeter cube, volume is V, that is 1570 centimeter cube. Okay, then find the radius of the base. So നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വോളിയത്തിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം. Volume B is equal to 1/3 pi r square h. Okay, 1/3 pi r square h. Then the volume is given 1570. Then substitute that value. 1570 is equal to 1/3 into and pi is 3.14. അത് പറഞ്ഞതുകൊണ്ട് നമ്മൾ 3.14 എന്ന് യൂസ് ചെയ്യുന്നു. Then into r is not given അല്ലെ, r അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് r സ്ക്വയർ തന്നെ എഴുതാം. Then into h is 15. ഓക്കെ, h 15 ആണ്. സോ ഇവിടെ നമുക്ക് 1/3 3 and 15 ക്യാൻസൽ ചെയ്യാം അല്ലെ. അതുകൊണ്ട് അവിടെ ഒരു കാൽക്കുലേഷൻ സിമ്പിൾ ആയി വന്നു. 5 കട്ട് ചെയ്യുക 5 ടൈംസ് അല്ലെ. 3 and 15 5 ടൈംസ് ആണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലെ. ഇവിടെ 1570 is equal to ഇനി നമ്മൾ എന്ത് ചെയ്യണം? 3.14 into 5 ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് 3 പോയിന്റ് എടുക്കണ്ട, 340 into 5 ചെയ്യാം. ദെൻ ആ ആൻസറിൽ നമ്മൾ ആ ഡെസിമൽ പോയിന്റ്സ് കൊടുത്താൽ മതി. ഇവിടെ ആഫ്റ്റർ ദി ഡെസിമൽ പോയിന്റ്സ് 2 ഡിജിറ്റ്സ് അല്ലെ. 1 and 4 2 ഡിജിറ്റ്സ് ആണ്. അപ്പൊ നമ്മുടെ ആൻസറിലും ആഫ്റ്റർ ദി ഡെസിമൽ പോയിന്റ് ഇറ്റ് കണ്ടെയ്ൻ 2 പോയിന്റ്സ്. ഓക്കെ, സോറി 2 ഡിജിറ്റ്സ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് 4 into 5 is 20 0. Then 2 5 plus 2 is 7. Then 5 into 3 is 15. So the answer is 1570. Then 0.14 ഉണ്ട്. അപ്പം നമ്മുടെ പോയിന്റ് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യണം. ഓക്കെ, സോ അപ്പൊ 3.14 into 5 is 15.70 is the answer. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം 15.70. ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മുടെ r സ്ക്വയർ ഉണ്ട്. സോ r സ്ക്വയർ. Then find the r square. r square find ചെയ്യണമെങ്കിൽ move this 15.70 into left side അല്ലെ. ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് മൂവ് ചെയ്താൽ മതി. അപ്പം അതെന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. നമുക്ക് ചെയ്ത് നോക്കാം. r square is equal to 1570 divided by 15.70.
ഓക്കെ 15.70. ഇതിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടോ, ഒരു കോമൺ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇന്നല്ല, ഇത് രണ്ടും 1570 ആണ്. ബട്ട് നമ്മുടെ ഡിനോമിനേറ്ററിൽ അവിടെ ഒരു ജസ്റ്റ് ഒരു ഡെസിമൽ പോയിന്റ് വന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ രണ്ടും ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെയിം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക? 1 ആണ് അല്ലെ. ശരിക്കും നമ്മള് 1570 എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. പക്ഷെ ഇവിടെ പോയിന്റ് കഴിഞ്ഞ്, ഇവിടെ കണ്ടോ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസസ് ഉണ്ട്. അപ്പൊ എന്താണ് ഡിഫറൻസ് വരിക? ഇപ്പൊ നമ്മൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. $1,570 divided by 15.70. ഓക്കെ, സോ നോക്കിക്കേ, ഇപ്പൊ ഇവിടെ എന്താ ആൻസർ വന്നത്? 15.70 ഉണ്ട് കേട്ടോ. സോ ഇപ്പൊ നമുക്ക് ആൻസർ കിട്ടിയത് 100 ആണ് അല്ലെ. അതായത് ഇവിടെ നമുക്ക് 100 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇതെങ്ങനെയാ 100? നമ്മൾ കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഡിവിഷൻ ആയിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു 1 ആണ് എന്തായാലും വരുന്നത്. ദെൻ നമ്മൾ ഇവിടെ ആഫ്റ്റർ ദി ഡെസിമൽ പോയിന്റ് 2 ഡിജിറ്റ്സ് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 2 സീറോസ് ആൻസറിൽ വന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ ഡിവിഷൻസ് വരുമ്പോൾ സെയിം നമ്പർ ഡെസിമൽ പോയിന്റ്സ് ഡിനോമിനേറ്റേഴ്സിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ആഫ്റ്റർ ദി ഡെസിമൽ പോയിന്റ്സ് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, അത്രയും സീറോസ് ഇവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ 1ഉം ഇവിടുത്തെ 2 പ്ലേസസ് ഉണ്ട്, അതിന് 2 സീറോസും കൊടുത്തു. സോ ദി ആൻസർ ഇസ് 100. ദാറ്റ് മീൻസ് r സ്ക്വയർ ഇസ് 100. ദെൻ ദി r ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 100. റൂട്ട് ഓഫ് 100 എന്ന് പറയുന്ന ആൻസർ ഇസ് 10 ആണ് അല്ലെ. റൂട്ട് ഓഫ് 100 ഇസ് 10. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളോട് റേഡിയസ് ഫൈൻഡ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. വോളിയം തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നു, ദെൻ ഫൈൻഡ് ദി റേഡിയസ്. അപ്പൊ നമുക്ക് റേഡിയസ് 10 കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നമ്മൾ വോളിയത്തിന്റെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്തു. എന്നിട്ട് ക്വസ്റ്റ്യനിൽ വോളിയം ഗിവൺ ആയതുകൊണ്ട് അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ അകത്ത് റേഡിയസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റേഡിയസ് കിട്ടിയത് 10 ആണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആണല്ലോ. നമ്മൾ വോളിയത്തിന്റെ സെഷൻ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് റൈറ്റ് സർക്കുലർ കോണിന്റെ വോളിയം നമ്മൾ പഠിച്ചു. വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? വോളിയം V is equal to 1/3 pi r square h and r is the base radius and h is the height. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഒരു 4 പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി വരുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Okay, thank you.